Hi everyone, welcome to I Plus Training Solutions. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് HSST ഇംഗ്ലീഷിന്റെ മുൻകാല ചോദ്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ ഓൾറെഡി നമ്മൾ ഒരു 17 ചോദ്യങ്ങൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ആ ചോദ്യങ്ങളിൽ നിന്നും എങ്ങനെയാണ് നമുക്ക് HSSTക്ക് ക്വസ്റ്റ്യൻസ് വരുന്നത്, അതുപോലെ തന്നെ എന്താണ് പഠിച്ചു വെക്കേണ്ടത്, ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ സാധിച്ചു അല്ലേ. അപ്പോൾ 18ാമത്തെ ചോദ്യം എടുത്തു കഴിഞ്ഞാൽ വാട്ട് ആൾട്ടർനേറ്റീവ് ടൈറ്റിൽ വാസ് യൂസ്ഡ് ഫോർ ദ ചാൾസ് ഡിക്കൻസ് നോവൽ ഒലിവർ ട്വിസ്റ്റ് ഡ്യൂറിംഗ് ഹിസ് ഇനിഷ്യൽ പബ്ലിക്കേഷൻ. ഓക്കെ, അപ്പൊ നോക്കിക്കേ, നമുക്ക് ചാൾസ് ഡിക്കൻസിന്റെ ഒലിവർ ട്വിസ്റ്റ് എന്ന് പറയുന്ന നോവൽ അറിയാം. വളരെ മികച്ച പോപ്പുലാരിറ്റി അറ്റൈൻ ചെയ്ത ഇൻസ്റ്റന്റേനിയസ് സക്സസ് ഒക്കെ ആയ ഒരു നോവൽ തന്നെയാണ്. ഓക്കെ, പബ്ലിക്കേഷൻ ആ ഒരു റിട്ടൺ അല്ലെങ്കിൽ ഫസ്റ്റ് പ്രിന്റിംഗിൽ തന്നെ വൈഡ് പബ്ലിക്കേഷൻ പോകുന്ന വർക്കുകളെയാണ് നമ്മൾ ഇൻസ്റ്റന്റേനിയസ് പബ്ലിക്കേഷൻസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അങ്ങനെ സക്സസ് ആവുന്ന പുസ്തകങ്ങൾ. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ വാട്ട് ആൾട്ടർനേറ്റീവ് ടൈറ്റിൽ വാസ് യൂസ്ഡ് ഫോർ ഡിക്കൻസ് നോവൽ എന്തായിരുന്നു, അതായത് ഇപ്പം ഒലിവർ ട്വിസ്റ്റ് എന്നല്ലായിരുന്നു പേരെങ്കിൽ ഏതായിരിക്കണം ഇതിന് പേരായിട്ട് വരേണ്ടത്, അല്ലെങ്കിൽ ആൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ഒരു ടൈറ്റിലും കൂടെ സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു റൈറ്റർ. എന്താണ് ആ ടൈറ്റിലിന്റെ പേര്? ഓക്കെ, നോക്കിക്കേ, ദ അഡ്വഞ്ചേഴ്സ് ഓഫ് ഒലിവർ, ദ പാരിഷ് ബോയ്സ് പ്രോഗ്രസ്, ദ ട്വിസ്റ്റ് ക്രോണിക്കിൾസ്, പിക്വിക് പേപ്പേഴ്സ്. ഓക്കെ, ഇവിടെ നമ്മൾ കാണുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒലിവർ ട്വിസ്റ്റ് വളരെ മികച്ച ഒരു റൈറ്ററാണ്. എക്കാലത്തെയും മികച്ച ഒരു റൈറ്റർ എന്ന് നമുക്ക് ഡിക്കൻസിനെ പറയാൻ സാധിക്കും. ആൻഡ് ഇൻ ദ അതർ കേസ് ടൺ ട്വിസ്റ്റ് ആയി അല്ലെ. ഒലിവർ ട്വിസ്റ്റ് വളരെ ഫേമസ് ആയിട്ടുള്ള നോവലാണ് അല്ലെ, ഫേമസ് ആയിട്ടുള്ള റൈറ്ററാണ് ഡിക്കൻസ്. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള ബുക്കുകളുടെയൊക്കെ കേസ് ഇപ്പോൾ ഒലിവർ ട്വിസ്റ്റിന്റെ ബിഗിനിങ്ങിൽ തന്നെ നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ സാധിക്കും ഇതിന് മറ്റൊരു ആൾട്ടർനേറ്റീവ് ടൈറ്റിൽ ആയിരുന്നു ആദ്യം പ്ലാൻ ചെയ്തിരുന്നത്, ആൻഡ് പിന്നീട് അത് ചേഞ്ച് ചെയ്തതാണെന്ന് അല്ലെ. പലപ്പോഴും നമ്മൾ ഈ ഇനി ഇങ്ങനെയുള്ള കേസസ് നമ്മൾ കേൾക്കാറുണ്ട്, റൈറ്റേഴ്സിന് പെൻ നെയിം ഉണ്ട് എന്ന് പറയുന്നത് പോലെ. അപ്പൊ എന്തായിരുന്നു ആൾട്ടർനേറ്റീവ് ടൈറ്റിൽ? ഉത്തരം കിട്ടിയോ? നിങ്ങളുടെ ഉത്തരം ശരിയാണോ നോക്കിക്കോ. ദ പാരിഷ് ബോയ്സ് പ്രോഗ്രസ് എന്നാണ് കേട്ടോ. ദ പാരിഷ് ബോയ്സ് പ്രോഗ്രസ് എന്നാണ് നമ്മുടെ ഒലിവർ ട്വിസ്റ്റിന്റെ ആൾട്ടർനേറ്റീവ് ടൈറ്റിൽ. ഒലിവർ ട്വിസ്റ്റിന്റെ ആൾട്ടർനേറ്റീവ് ടൈറ്റിൽ വരുന്നത് പാരിഷ് ബോയ്സ് പ്രോഗ്രസ് എന്നാണ് കേട്ടോ. അപ്പൊ ഇത് ഡിക്കൻസിന്റെ വർക്ക് ആയതുകൊണ്ട് തന്നെ ഡിക്കൻസ് ചെയ്തിട്ടുള്ള പുസ്തകങ്ങളെല്ലാം വളരെ പോപ്പുലർ ആയിട്ടുള്ള പുസ്തകങ്ങളാണ് ചെയ്തിട്ടുള്ളത്. നമുക്ക് ഈ പിക്വിക് പേപ്പേഴ്സ് ഒക്കെ കാണാൻ സാധിക്കും, വളരെ സിഗ്നിഫിക്കൻ്റ്. അപ്പൊ അതുകൊണ്ട് തന്നെ എപ്പോഴും ഡിക്കൻസിനെ നമ്മൾ ഒരു ഐക്കോണിക് റൈറ്റർ ആയിട്ട് കൺസിഡർ ചെയ്ത് പഠിച്ചു വെച്ചേക്കണം. ചോദ്യങ്ങൾ വരാനുള്ള സാധ്യത കൂടുതലാണ് കേട്ടോ. ഓക്കെ, അപ്പൊ പാരിഷ് ബോയ്സ് പ്രോഗ്രസ്. അടുത്ത നോക്കിക്കേ, മേരി ഷെല്ലീസ് ഫ്രാങ്കൻസ്റ്റീൻ ഈസ് സബ്ടൈറ്റിൽ ദ മോഡേൺ പ്രൊമീത്തിയസ്. വാട്ട് ഡസ് ദിസ് ആൾട്ടർനേറ്റീവ് ടൈറ്റിൽ സജസ്റ്റ് അബൌട്ട് നോവൽസ് തീംസ് ആൻഡ് കണക്ഷൻസ് ടു ക്ലാസിക്കൽ മിത്തോളജി? ഓക്കെ, അപ്പൊ മേരി ഷെല്ലിയുടെ ഫ്രാങ്കൻസ്റ്റീനിന്റെ സബ് ടൈറ്റിൽ ആണ് മോഡേൺ പ്രൊമീത്തിയസ് എന്ന് പറയുന്നത് അല്ലെ. വാട്ട് ഡസ് ദിസ് ആൾട്ടർനേറ്റീവ് ടൈറ്റിൽ സജസ്റ്റ് അബൌട്ട് ദ നോവൽസ് തീംസ് ആൻഡ് കണക്ഷൻ ടു ദ ക്ലാസിക്കൽ മിത്തോളജി? നോവലിന്റെ തീമുമായിട്ടും അതുപോലെ തന്നെ നമ്മുടെ പഴയ ക്ലാസിക്കൽ മിത്തോളജി ഒക്കെ ആയിട്ട് ക്ലബ് ചെയ്യുമ്പോൾ ഈ ഒരു ടൈറ്റിലിന്റെ മീനിങ് എന്താണ്? വാട്ട് ഡസ് ദിസ് ആൾട്ടർനേറ്റീവ് ടൈറ്റിൽ സജസ്റ്റ്? ഓക്കെ, അപ്പൊ മേരി ഷെല്ലിയുടെ ഫ്രാങ്കൻസ്റ്റീനകത്ത് നമുക്ക് വിക്ടർ ഫ്രാങ്കൻസ്റ്റീൻ എന്ന് പറയുന്ന ഒരു കഥാപാത്രമുണ്ട്. ഒരു സയന്റിസ്റ്റ് ആണ്, പല പരീക്ഷണങ്ങളൊക്കെ നടത്തുന്നുണ്ട്. മെഡിക്കൽ ഫീൽഡിലാണ് ആദ്യം നമ്മൾ ഇദ്ദേഹത്തിനെ കാണുന്നത്, പിന്നീട് ഒരുപാട് മികച്ച മേഖലകളിൽ നമ്മൾ ഇദ്ദേഹത്തിനെ കാണുന്നുണ്ട്. അതുപോലെ ഡെഡ് സെൽസിൽ നിന്ന് ഒരു മോൺസ്റ്ററിനെ ക്രിയേറ്റ് ചെയ്യുന്നു. ഈ മോൺസ്റ്റർ അവസാനം വിക്ടറിന്റെ തന്നെ ഒരു ഡിസാസ്റ്റർ ആയിട്ട് മാറുന്നു അല്ലേ. വിക്ടറിന് തന്റെ ഫാമിലി, തന്റെ ബ്രദറിനെ ഒക്കെ നഷ്ടപ്പെടാനുള്ള ഒരു റീസൺ ആയിട്ട് ഈ മോൺസ്റ്റർ മാറുന്നുണ്ട്. കാരണം മോൺസ്റ്ററിന് നമുക്കറിയാം ഇമോഷൻസോ കാര്യങ്ങളോ ഒന്നുമില്ല, അത് എല്ലാത്തിനെയും കൊന്നു തിന്നുക എന്നുള്ള ഒരു നേച്ചർ തന്നെയാണ് മോൺസ്റ്ററിനുള്ളത് അല്ലെ. അപ്പം തന്റെ എക്സ്പെരിമെന്റ് വിജയിച്ചു, പക്ഷെ പിന്നീട് ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ നോർമൽ ഹ്യൂമൻ വേൾഡിൽ ഈ മോൺസ്റ്റർ ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, അപ്പം എന്താണ് മോഡേൺ പ്രൊമീത്തിയസ് എന്ന സബ് ടൈറ്റിൽ നമ്മുടെ നോവലിന്റെ തീമും അതുപോലെ തന്നെ ക്ലാസിക്കൽ മിത്തോളജിയുമായിട്ട് ക്ലബ് ചെയ്യുമ്പോൾ നമ്മളെ മനസ്സിലാക്കി തരുന്നത്. ദ സബ് ടൈറ്റിൽ റിഫ്ലെക്ട്സ് ദ നോവൽസ് ഫോക്കസ് ഓൺ ദ ചലഞ്ചസ് ഓഫ് മോഡേൺ ഇൻഡസ്ട്രിയൽ സൊസൈറ്റി. ഓക്കെ, മോഡേൺ ഇൻഡസ്ട്രിയൽ സൊസൈറ്റിയെ ചലഞ്ച് ചെയ്യുകയാണെന്ന് പറയുന്നുണ്ട്. ദ സബ് ടൈറ്റിൽ റിഫ്ലെക്ട്സ് ദ നോവൽസ് ഫോക്കസ് ഓൺ ദ ചലഞ്ചസ് ഓഫ് മോഡേൺ ഇൻഡസ്ട്രിയൽ സൊസൈറ്റി. മോഡേൺ ഇൻഡസ്ട്രിയൽ സൊസൈറ്റിയെ ചലഞ്ച് ചെയ്യുകയാണ്. ഇറ്റ് എംഫസൈസസ് ദ നോവൽസ് എക്സ്പ്ലോറേഷൻ ഓഫ് റൊമാൻറ്റിക് ഇൻഡിവിജ്വലിസം. ഓക്കെ, ഇറ്റ് എംഫസൈസസ് ദ നോവൽസ് എക്സ്പ്ലോറേഷൻ ഓഫ് റൊമാൻറ്റിക് ഇൻഡിവിജ്വലിസം. റൊമാൻറ്റിക് ഇൻഡിവിജ്വലിസത്തിനെ എംഫസൈസ് ചെയ്യുന്നുണ്ട്. The subtitle underscores the parallel between the protagonist and the mythological figure Prometheus. Okay, അപ്പോൾ the subtitle എന്താണ് അണ്ടർസ്കോർ ചെയ്യുന്നത്? Parallel between the protagonist and the mythological figure Prometheus. Okay, അപ്പം പ്രോട്ടഗോണിസ്റ്റിനെ പാരലൽ ചെയ്യാനും അതുപോലെ തന്നെ മിത്തോളജിക്കൽ ഫിഗർ ആയ പ്രൊമീത്തിയസിനെ
എന്താണ് ഒന്ന് പോയിന്റ് ഔട്ട് ചെയ്യാനുമാണ് എന്ന് പറയുന്നു. അതുപോലെ തന്നെ സബ് ടൈറ്റിൽ ഹാസ് നോ ഡയറക്റ്റ് റിലേഷൻഷിപ്പ് ടു ക്ലാസിക്കൽ മിതോളജി. ക്ലാസിക്കൽ മിതോളജിയുമായിട്ട് ഇതിന് പ്രത്യേകിച്ച് ഒരു റിലേഷനും ഇല്ല എന്ന് പറയുന്നു. ഓക്കെ, അപ്പൊ എന്താണ് ശരി ഉത്തരമായിട്ട് എടുക്കാൻ പറ്റുന്നത്? ദ സബ് ടൈറ്റിൽ അണ്ടർസ്കോർസ് ദ പാരലൽ ബിറ്റ്വീൻ ദ പ്രോട്ടഗോണിസ്റ്റ് ആൻഡ് ദ മിതോളജിക്കൽ ഫിഗർ പ്രൊമിത്തിയസ്. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ കാണുന്ന ഒരു പാരലൽ എന്ന് പറയുന്നത് ഒന്ന് പ്രോട്ടഗോണിസ്റ്റ് തമ്മിലും പ്രോട്ടഗോണിസ്റ്റും അതുപോലെ തന്നെ പ്രോട്ടഗോണിസ്റ്റ് ആരാണ്? വിക്ടർ ഫ്രാങ്കൻസ്റ്റീൻ ആണ് അല്ലെ. അതുപോലെ തന്നെ നമ്മുടെ മിതോളജിക്കൽ ഫിഗർ പ്രൊമിത്തിയസ് തമ്മിലുള്ള ഒരു പാരലൽ, അവരുടെ നേച്ചറിൽ അല്ലെങ്കിൽ അവരുടെ ക്യാരക്ടറിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന ഡിഫറൻസുകൾ ഉണ്ട്. ഓക്കെ, അതാണ് മോഡേൺ പ്രൊമിത്തിയസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് പഴയകാല ക്ലാസിക്കൽ ക്യാരക്ടർ ആയിട്ടുള്ള പ്രൊമിത്തിയസിനെ റെഫർ ചെയ്യുന്നുണ്ട്, എന്നാൽ മോഡേൺ പ്രൊമിത്തിയസ് ആയിട്ട് നമ്മൾ ഇവിടെ വിക്ടർ ഫ്രാങ്കൻസ്റ്റീനെയും കാണുന്നുണ്ട്. ഓക്കെ, മോഡേൺ പ്രൊമിത്തിയസ് വന്നപ്പം അല്ലെങ്കിൽ സമയം മുന്നോട്ട് പോയപ്പം ക്യാരക്ടറിൽ ഉണ്ടായ മാറ്റങ്ങൾ അല്ലെ, ഏർലി പ്രൊമിത്തിയസും ഇപ്പോൾ ഉള്ള നമ്മുടെ മോഡേൺ പ്രൊമിത്തിയസ് ആയ വിക്ടർ ഫ്രാങ്കൻസ്റ്റീനും തമ്മിലുള്ള ഡിഫറൻസസ്, അതാണ് ഈ ഒരു ടൈറ്റിൽ മീറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ മൂന്നാമത്തെ ഓപ്ഷൻ ആണ് ശരിയായിട്ട് വരുന്നത്. അപ്പൊ ചോദ്യങ്ങൾ കണ്ടല്ലോ, വളരെ സിഗ്നിഫിക്കന്റ് ആണ് കേട്ടോ. 18 ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു. 19 നമ്മൾ നോക്കി. ഇനി അടുത്തതായിട്ട് വരുന്നത് 20 ആണേ. നോക്കാം. ഇൻ തോമസ് ഹാഡിസ് ടെസ്റ്റ് ഓഫ് ദ Ubervilles, what historical event mentioned in the novel serve as a backdrop to test story reflecting the social changes of the time? Okay, അപ്പം തോമസ് ഹാഡിയുടെ ടെസ്റ്റ് ഓഫ് ദ യുബർവിൽസിനകത്തിൽ എന്ത് ഹിസ്റ്റോറിക്കൽ ഇവന്റ് ആണ് മെൻഷൻ ചെയ്തിട്ടുള്ളത്? ഓക്കെ, ഇതൊരു ഫേമസ് ആയിട്ടുള്ള നോവലാണ്. ഇതിനകത്തിലെ ടെസ് എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തെ നമുക്ക് കാണാം. യുബർവിൽസ് ഒരു വലിയ ഫാമിലി നെയിം ആണ്. അപ്പം ഹാഡിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് വെസെക്സ് നോവലുകൾ എഴുതി പോപ്പുലർ ആയ റൈറ്റർ ആണ്. WESSEX അല്ലെ. വെസെക്സ് എന്ന് പറയുന്ന ഒരു പ്ലേസിന്റെ റെഫറൻസ് എല്ലാ നോവലുകളിലും നമ്മുടെ ഹാഡി കൊടുക്കാറുണ്ട്. ഓക്കെ, WESSEX. ഓക്കെ, വെസെക്സ് എന്ന് പറയുന്ന ഒരു പ്ലേസിന്റെ സിഗ്നിഫിക്കൻസ് കൊടുക്കാറുണ്ട്. ഇൻ തോമസ് ഹാഡീസ് ടെസ്റ്റ് ഓഫ് ദ യുബർവിൽസ്, വാട്ട് ഹിസ്റ്റോറിക്കൽ ഇവന്റ് മെൻഷൻഡ് ഇൻ ദ നോവൽ സെർവ് ആസ് എ ബാക്ക്ഡ്രോപ്പ് ടു ടെസ്റ്റ് സ്റ്റോറി? ടെസ്റ്റിന്റെ സ്റ്റോറിക്ക് ഒരു ബാക്ക്ഡ്രോപ്പ് ആയിട്ട് സെർവ് ചെയ്യുന്ന എന്താണ്? റിഫ്ലക്റ്റിംഗ് ദ സോഷ്യൽ ചേഞ്ചസ് ഓഫ് ദ ടൈം. അതുപോലെ തന്നെ ആ സമയത്തെ സോഷ്യൽ ചേഞ്ചസും ഇതിനകത്ത് റിഫ്ലക്ട് ചെയ്യപ്പെടുന്നുണ്ട് അല്ലേ. അപ്പൊ നോക്കിക്കേ, എന്ത് ഹിസ്റ്റോറിക്കൽ ഇവന്റ് ആണ് ഇതിനകത്ത് മെൻഷൻ ചെയ്യപ്പെടുന്നത്? ലിബർട്ടി, ഇക്വാലിറ്റി ആൻഡ് ഫ്രട്ടേണിറ്റി എന്ന മോട്ടോയുമായി മുന്നോട്ട് പോയ ഫ്രഞ്ച് റവല്യൂഷൻ, അതുപോലെ തന്നെ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ, അമേരിക്കൻ സിവിൽ വാർ, അമേരിക്കയിലെ തന്നെ പല സ്റ്റേറ്റുകളുടെ ഇടയിൽ നടന്ന യുദ്ധമാണ് സിവിൽ വാർ എന്നറിയപ്പെടുന്നത്. രാജ്യത്തിനുള്ളിൽ തന്നെ നടക്കുന്ന ഒരു റയട്ടാണ്. സോ അമേരിക്കൻ സിവിൽ വാറിന്റെ റെഫറൻസ് ആണെന്ന് പറയുന്നു. അതുപോലെ തന്നെ ഇത് റീഫോർമേഷൻ. ഓക്കെ, റീഫോർമേഷൻ എന്ന് പറഞ്ഞാൽ എക്സിസ്റ്റ് ചെയ്ത കാര്യങ്ങൾക്ക് നമ്മൾ ഒരു പുതിയ ഔട്ട്ലുക്ക് കൊടുക്കുകയാണ്. അപ്പൊ എന്തിനെ കുറിച്ചുള്ള റെഫറൻസ് ആണ് നിങ്ങൾക്ക് ടെസ് ഓഫ് ദ യുബർവിൽസിൽ കാണാൻ സാധിക്കുന്നത്? ടെസ് എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുടെ ജീവിതവും ആ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള പ്രതിസന്ധികളും ഒക്കെയാണ് നമ്മൾ ഈ നോവലിൽ കാണുന്നത്. ഹാഡി നോവലാണ് കേട്ടോ. ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ കാരണം ഒരുപാട് പ്രശ്നങ്ങൾ എല്ലാ ആൾക്കാരുടെയും ലൈഫിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അവരെ നല്ല രീതിയിൽ അത് അഫക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു പോയിന്റ് ഓഫ് വ്യൂ ഒക്കെ നമുക്ക് ഇവിടുന്ന് കിട്ടും. ഓക്കെ, അടുത്ത വെച്ച് നോക്കാം. 21ാമത്തെ ചോദ്യമാണ്. ബൽറാം ഹൽവായ് narrates his life in a letter addressed to. Okay, ബൽറാം ഹൽവായ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ലിറ്റററി ക്യാരക്ടറാണ്. ഈ ക്യാരക്ടർ നറേറ്റ്സ് ഹിസ് ലൈഫ് ഇൻ എ ലെറ്റർ. ഓക്കെ, തൻ്റെ ജീവിതം മുഴുവൻ അല്ലെങ്കിൽ തൻ്റെ ജീവിതത്തിൽ ഉണ്ടായ പ്രതിസന്ധികളെല്ലാം തന്നെ ഒരു ലെറ്റർ ആയിട്ട് എഴുതുന്നുണ്ട്. ആർക്കാണ് ഈ ലെറ്റർ അയക്കുന്നത് അല്ലെങ്കിൽ ആര് വായിക്കണം എന്നുള്ള ഇന്റൻഷനിലാണ് ബൽറാം ഹൽവായ് ഈ ലെറ്റർ ചെയ്യുന്നത്. ഓക്കെ, നോക്കിക്കേ, ഹോ ചി മിൻഹ്, വെൻ ജിയാബാവ്, ജിം കാർട്ടർ, ജോസഫ് സ്റ്റേലിൻ. ഓക്കെ, ഇതിൽ ആര് വായിക്കണം എന്ന ഇന്റൻഷനിലാണ് ബൽറാം ഹൽവായ് എന്ന കഥാപാത്രം. ബൽറാം ഹൽവായുടെ പ്രത്യേകത എന്ന് പറയുന്നത് സർക്കംസ്റ്റാൻസസുകളിലൂടെ കടന്നുപോയ ഒരു കഥാപാത്രമാണ്. ഓക്കെ, അപ്പൊ ഈ കഥാപാത്രം ആര് ഈ ലെറ്റർ വായിക്കണം എന്നുള്ള ഇന്റൻഷനിലാണ് ചെയ്യുന്നത്? നോക്കിക്കേ, നമ്മുടെ വെൻ ജിയാബോ ഈ ലെറ്റർ വായിക്കണം എന്നുള്ള ഇന്റൻഷനിലാണ് ഇത് ചെയ്യുന്നത്. വെൻ ജിയാബോ ഒരു പൊളിറ്റിക്കൽ ഫിഗർ ആണ്. അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ക്യാരക്ടറാണ്. ഓക്കെ, ഒരിക്കലും ജിയാബോ ഇത് വായിക്കും എന്നുള്ള ഉറപ്പൊന്നും നമ്മുടെ ബൽറാമിനില്ല. എന്നാൽ വായിച്ചു കഴിഞ്ഞാൽ തൻ്റെ കാഴ്ചപ്പാടുകൾ അല്ലെങ്കിൽ തൻ്റെ പെർസ്പെക്റ്റീവ്സ് ഒക്കെ തന്നെ ജിയാബോ അറിഞ്ഞെങ്കിൽ എന്നുള്ള പോയിന്റ് ഒക്കെ ഉണ്ട്. ജിയാബോ വളരെ ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ഒരു ഫിഗർ ആയിട്ടാണ് ഈ സ്റ്റോറിയിൽ ആക്ട് ചെയ്യുന്നത്. ഓക്കെ, 22. Dash advertised itself as the first cinema hall in Kerala with a 70mm CinemaScope screen. Okay, അപ്പൊ ഇതിൽ ഏതാണ് ആദ്യത്തെ ഒരു ഫസ്റ്റ് സിനിമ ഹാൾ ഇൻ കേരള ആയിട്ട് അറിയപ്പെടുന്നത്? വിത്ത് എ 70mm CinemaScope സ്ക്രീൻ. ഇപ്പൊ നമ്മൾ ആദ്യത്തെ കോളേജ് എന്നൊക്കെ ഉള്ള നിലയിൽ, കേരളത്തിൽ ആദ്യം വന്ന കോളേജ് എന്നൊക്കെയുള്ള നിലയിൽ CMS കോളേജ് ഒക്കെ നമ്മൾ പറയാറുണ്ട്. ആദ്യമായിട്ട് വന്ന ലൈബ്രറിയുടെ പേര് നമ്മൾ കണ്ടെത്തി പറയാറുണ്ട് അല്ലെ. കേരളത്തിൽ ആദ്യമായി കാല്
കുത്തിയ വിദേശി ആരാണെന്ന് നമ്മൾ പറയാറുണ്ട്. ഇതുപോലെ ഇതേ നോക്കിക്കേ, ഫസ്റ്റ് കേരളത്തിൽ വന്ന ടാക്കീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിനിമാ തിയേറ്ററുകൾ അക്കാലത്ത് അറിയപ്പെട്ടിരുന്നത് സിനിമാ ടാക്കീസ് എന്നായിരുന്നു. സിനിമാ ടോക്കീസ് എന്ന് നമ്മൾ പറയും. ഓക്കെ, മലയാളത്തിൽ ടാക്കീസ് എന്നാണ് കൂടുതൽ ആൾക്കാരും അത് യൂസ് ചെയ്യുന്നത്. സോ നോക്കിക്കേ, ഇങ്ങനെയുള്ള സിനിമാ സ്പേസുകൾ നമുക്ക് ഉണ്ടായിരുന്നു. അപ്പൊ ഇന്നത്തെ ഒരു രീതി അല്ല, അല്ലെങ്കിൽ ഇന്നത്തെ ഒരു സ്ക്രീൻ സ്പേസിങ്ങോ അല്ലെങ്കിൽ സൗണ്ട് ഇമ്പാക്റ്റോ ഒന്നും അല്ലായിരുന്നു നമുക്ക് കിട്ടുന്നത്. ശരിക്കും പറഞ്ഞാൽ ഒരാൾ ഈ സിനിമ നടക്കുന്നതിന്റെ പിന്നിലിരുന്ന് അതിന്റെ ചെയിൻ കറക്കിയൊക്കെ ആയിരുന്നു ശരിക്കും പറഞ്ഞാൽ ആദ്യകാലങ്ങളിൽ ടാക്കീസുകളിൽ സിനിമകൾ ഉണ്ടായിരുന്നത് അല്ലേ. നമ്മൾ വേറെ പിന്നീട് വന്ന സിനിമകളിലെങ്കിലും കണ്ടിട്ടുണ്ടാവും അതിലെ കഥാപാത്രങ്ങൾ പഴയ കാലത്തെ ആൾക്കാരാണെങ്കിൽ അവർ സിനിമ കാണാൻ പോകുന്നതും അതിന്റെ അനുഭവങ്ങളും ഒക്കെ പറയാറുണ്ടാവും അല്ലേ. നമുക്ക് യൂട്യൂബിലൊക്കെ തന്നെ വീഡിയോസ് ആയിട്ടും ഇത്തരം സ്പേസുകളുണ്ട്. സോ ഏതാണ് ആദ്യത്തെ ഫസ്റ്റ് സിനിമ ഹാൾ ഇൻ കേരള? ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊന്നും നമ്മൾ എന്താ പറയുക സ്വപ്നത്തിൽ പോലും നമ്മൾ ചിന്തിച്ചൊന്നും വരില്ല അല്ലേ. പക്ഷെ ഇതേ ക്വസ്റ്റൻ ആയിട്ട് വന്നു. അപ്പൊ നിങ്ങൾ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ഇത് ഒരിക്കൽ കേട്ട് കഴിഞ്ഞാൽ ഇനി നമ്മൾ മറക്കില്ല. ഏത് സമയത്ത് ഏത് പരീക്ഷയ്ക്ക് ഇത് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എഴുതും. നോക്കിക്കോ, ആദർശ് ടോക്കീസ്, ആകാശ് ടോക്കീസ്, അഭിലാഷ് ടോക്കീസ്, അമൃത ടോക്കീസ് അല്ലെ. വ്യത്യസ്തരായ ഒരു 5 പേരുടെ പേരുകൾ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. ഓൾ സ്റ്റാർട്ടിങ് വിത്ത് ലെറ്റർ എ. അതുകൊണ്ട് തന്നെ ശ്രദ്ധിക്കണം, നിങ്ങൾക്ക് ശരി ഉത്തരം അറിയാമെങ്കിലും പെട്ടെന്ന് എടുത്ത് കറപ്പിക്കുന്ന സമയത്ത് ആദർശ് ടോക്കീസ് ഉണ്ട്, ആകാശ് ടോക്കീസ് ഉണ്ട്, അഭിലാഷ് ടോക്കീസ് ഉണ്ട്, അമൃത ടോക്കീസ് ഉണ്ട്. മാറിപ്പോകാൻ പാടില്ല കറപ്പിക്കുമ്പോൾ. ഓക്കെ, അപ്പൊ അഭിലാഷ് ടോക്കീസ് ആണ് ഇതിന്റെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് കേട്ടോ. ഡാഷ് അഡ്വർടൈസ്ഡ് ഇറ്റ്സെൽഫ് ആസ് ദ ഫസ്റ്റ് സിനിമ ഹാൾ ഇൻ കേരള വിത്ത് എ 70mm സിനിമാസ്കോപ്പ് സ്ക്രീൻ. ആൻസർ വരുന്നത് അഭിലാഷ് ടോക്കീസ് ആണ് കേട്ടോ. അപ്പൊ ഇവിടെയൊക്കെ സ്പേസ് കിട്ടുക എന്നൊന്നും പറയുന്ന അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ലായിരുന്നു. എപ്പോഴും ആദ്യത്തെ പ്രിവിലേജ് കൊടുക്കുന്നത് അപ്പർ ക്ലാസ് ആൾക്കാർക്കാണ്. ഓക്കെ, ഫിനാൻഷ്യലി സൗണ്ടഡ് ആയിട്ടുള്ള അപ്പർ ക്ലാസ് ആൾക്കാർക്കാണ് ആദ്യം നമ്മൾ പ്രിവിലേജ് കൊടുക്കുന്നത്. പിന്നീടാണ് ബാക്കിയുള്ളവർക്ക് ഇവിടെ ഒരു സ്പേസ് വരുന്നത്. ഓക്കെ, അപ്പൊ ആദർശ് ടോക്കീസ്, ആകാശ് ടോക്കീസ്, അഭിലാഷ് ടോക്കീസ്, അമൃത ടോക്കീസ് നമുക്ക് ഇവിടെ ഉണ്ട്. അപ്പൊ കേരളത്തിലെ ആദ്യത്തെ ഒരു സിനിമാ തിയേറ്റർ വിത്ത് 70mm സിനിമാസ്കോപ്പ് സ്ക്രീൻ ഒക്കെ കൊണ്ടുവന്നത് നമ്മുടെ അഭിലാഷ് ടോക്കീസ് ആണ് കേട്ടോ. അഭിലാഷ് ടോക്കീസ് കേരളത്തിന്റെ കേസിലെയാണേ. ഓക്കെ, അല്ല നമ്മൾ ഓൾ ഇന്ത്യ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വേറെ ആൻസർ കിട്ടും. അടുത്ത നോക്കിക്കേ, ഇൻ ദ മോക്ക് ട്രയൽ ബെനാറെ ഈസ് അക്യൂസ്ഡ് ഓഫ് ദ ക്രൈം ഓഫ്. ഈ ബെനാറെ എന്ന് പറയുന്ന കഥാപാത്രം നമ്മുടെ വിജയ് ടെണ്ടുൽക്കറിന്റെ സൈലൻസ് ദ കോർട്ട് ഈസ് ഇൻ സെഷൻ, ഒരു മറാത്തി പ്ലേ ആണ് ആദ്യം. ഓക്കെ, ശാന്തത കോട്ട് ചാലു ആഹെ എന്ന് പറയുന്ന ഒരു മറാത്തി പ്ലേ ഉണ്ടായിരുന്നു. എഴുതിയത് വിജയ് ടെണ്ടുൽക്കർ ആണ്, മറാത്തി റൈറ്റർ ആണ്. സോ റൈറ്ററിന്റെ തന്നെ ആ വർക്കിന്റെ ഇംഗ്ലീഷ് അഡാപ്റ്റേഷന്റെ പേര് വരുന്നത് സൈലൻസ് ദ കോർട്ട് ഈസ് ഇൻ സെഷൻ എന്നാണ്. ഓക്കെ, ലീല ബെനാറെ എന്ന് പറഞ്ഞ ഒരു കഥാപാത്രത്തെ നമുക്ക് അവിടെ കാണാൻ സാധിക്കും. ലീല ബെനാറെ. ഓക്കെ, ഈ കഥാപാത്രം ഒരു സ്കൂൾ ടീച്ചറാണ്. ഈ സ്കൂൾ ടീച്ചർ മാരീഡ് അല്ല, അതുകൊണ്ട് തന്നെ കുറെ ആൾക്കാരുടെ പേരുകളൊക്കെ വെച്ചിട്ട് തന്നെ ദിസ് ഗേൾ ഈസ് ബീൻ അക്യൂസ്ഡ്. ഓക്കെ, കുറെ തരത്തിലുള്ള ഫോൾസ് ന്യൂസുകളൊക്കെ തന്നെ സ്പ്രെഡ് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ ഡെയ്ംലെ എന്ന് പറയുന്ന ഒരു കഥാപാത്രവുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഹാൻസം വണ്ണുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ തന്നെ കുറെ ഫാബ്രിക്കേറ്റഡ് സ്റ്റോറീസ് ഒക്കെ വന്നു. ഇത് നമ്മുടെ ലീല ബെനാറയുടെ കരിയറിനെയും അതുപോലെ തന്നെ ഐഡന്റിറ്റിയും ഒക്കെ ആകെ ബാധിക്കുന്നുണ്ട്. അങ്ങനെ ഇരിക്കുമ്പം ആ നാട്ടിലെ ലോക്കൽ ഏരിയ ആണ്, റൂറൽ ഏരിയ ആണ്, നാട്ടുകാരെല്ലാവരും ചേർന്നിട്ട് നെയ്ബർഹുഡിലുള്ള ആൾക്കാരെല്ലാം കളക്റ്റീവായിട്ട് നിന്നിട്ട് അവരൊരു നാടകം കളിക്കാനായിട്ട് തീരുമാനിച്ചു. അവരുടെ ഒരു കൾച്ചറൽ ഈവന്റിന്റെ ഭാഗമായിട്ട്, റൂറൽ കൾച്ചറൽ ഈവന്റിന്റെ ഭാഗമായിട്ടാണ് നാടകം കളിക്കുന്നത്. അപ്പൊ അതിന്റെ പ്രാക്ടീസ് സെഷൻ ആണ്. അതിന് ലീല ബെനാറയും വിളിച്ചിട്ടുണ്ട്. ലീല ബെനാറ അവിടേക്ക് വരുന്നുണ്ട്. അതിനിടയിൽ ഈ ഇന്റർവെൽ ഗ്യാപ്പുകളിലെല്ലാം തന്നെ ഇവർ പലതരത്തിലുള്ള സ്റ്റോറീസ് ഈ അഭിനയിക്കാനായിട്ട് വന്ന ആൾക്കാർ സ്പ്രെഡ് ചെയ്യാണ്. ലീല ബെനാറ ഇതൊക്കെ കേൾക്കുന്നുണ്ട്. ലീല ബെനാറയ്ക്ക് ഒരുപാട് അത് ഹേർട്ട് ആവുന്നുണ്ട്. ഈ നാടകത്തിൽ താൻ അഭിനയിക്കുന്ന സമയത്തും ഒരു കൺസീവ്ഡ് ലേഡിയുടെ റോളാണ് കിട്ടുന്നത്. ഓക്കെ, കൺസീവ്ഡ് ആയിട്ടുള്ള, അതായത് എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഇല്ലീസിറ്റ് റിലേഷൻ അല്ലെ, മാരീഡ് അല്ലാത്തതുകൊണ്ട് തന്നെ ഇല്ലീസിറ്റ് റിലേഷൻ എന്ന് തന്നെ പറയാൻ സാധിക്കും. അങ്ങനെയുള്ള ഒരു റോളാണ് ചെയ്യേണ്ടതായിട്ട് വരുന്നത്. അപ്പം ശരിക്കും തന്റെ ജീവിതത്തിൽ ഇപ്പൊ താൻ കുറെ ചെയ്യാത്ത തെറ്റുകളുടെ പേരിൽ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ. അപ്പൊ ഇത് തമ്മിൽ കണക്റ്റഡ് ആവുകയാണ്. ലീല ബെനാറെ ജീവിതവും അതുപോലെ തന്നെ തന്റെ നാടകവും തമ്മിൽ കണക്ട് ചെയ്യാണ്, താൻ ചെയ്യുന്ന റോളും തമ്മിൽ കണക്ട് ചെയ്യാണ്. അങ്ങനെ ശരിക്കും പറഞ്ഞാൽ അഭിനയിക്കുമ്പോൾ ഒരു ജീവിക്കുകയാണെന്നുള്ള ഫീലിംഗ് ലീല ബെനാറയ്ക്ക് ഉണ്ടാവുന്നതും അതുപോലെ തന്നെ നാടകം അവസാനിക്കുമ്പോൾ അൺകോൺഷ്യസ് ആയിട്ട് നമ്മുടെ ലീല ബെനാറെ സ്റ്റേജിൽ കിടക്കുന്നതും കാണുന്നത് നാടകത്തിന്റെ പ്രാക്ടീസ് തീരുമ്പോൾ. ഓക്കെ, പ്രാക്ടീസ് കഴിഞ്ഞിട്ട് എല്ലാവരും എന്ത് ചെയ്യുന്നു, റൂറൽ ഏരിയയിൽ നിന്ന് വന്ന നാട്ടുകാരെല്ലാം തന്നെ പിരിഞ്ഞു പോകുന്നു. ലീല ബെനാറെ ഈസ് അലോൺ ദെയർ ഇൻ ദ സ്റ്റേജ്. ആ ഒരു പോയിന്റാണ് നമുക്കിവിടെ കിട്ടുന്നത്. ഓക്കെ, അപ്പൊ നോക്കിക്കേ, നാടകത്തില് മോക്ക് ട്രയലില് ലീല ബെനാറെ, അതായത് നാടകത്തിനുള്ളിൽ വരുന്ന ഒരു മോക്ക് ട്രയൽ ആട്ടോ. ആ സമയത്ത് ലീല ബെനാറെ ഈസ് അക്യൂസ്ഡ് ഓഫ് ദ ക്രൈം ഓഫ് തെഫ്റ്റ്.
അതുപോലെ തന്നെ ഇംപേഴ്സണേഷൻ, ഒപ്പം തന്നെ ഹോമിസൈഡ്, ഇൻഫാക്ടിസൈഡ്. ഓക്കെ, ഇൻഫന്റിസൈഡ് അതായത് തന്റെ കുട്ടിയെ കില്ല് ചെയ്തു എന്നുള്ള പേരിലാണ് തെഫ്റ്റ്. ഓക്കെ, എന്താണ് ദാറ്റ് മീൻസ് ഒരു എന്താണ് മോക്ക് ട്രയലിൽ വിധേയമാവുന്നത്. ഓക്കെ, തെഫ്റ്റ് മോഷണമൊന്നുമല്ല, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമല്ല. ഇൻഫാന്റിസൈഡ് ആണ് ശരി ഉത്തരം വരുന്നത്. ഓക്കെ, ഇൻഫാന്റിസൈഡ് ചെയ്തു എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞാൽ ആരോപിക്കപ്പെടുന്ന ഒരു കുറ്റം. ഓക്കെ, അപ്പം ഇല്ലിസിറ്റ് റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു എന്നുള്ള ഒരു ബ്ലെയിമും നമുക്ക് ഈ ഒരു പോയിന്റിൽ കാണാൻ സാധിക്കും. കഥാപാത്രത്തിന്റെ പേര് വരുന്നത് ലീല ബെനാറെ. കേട്ടോ, ലീല ബെനാറെ. ഓക്കെ, ഏത് നാടകമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സൈലൻസ് ദ കോർട്ട് ഈസ് ഇൻ സെഷൻ. വിജയ് ടെണ്ടുൽക്കറിന്റെ ആണേ. Silence the court is in session. 24th question നോക്കാം. The preface to the novel Untouchable was written by. Okay, അൺടച്ചബിൾ എന്ന് പറയുന്ന വർക്കിന്റെ പ്രിഫൈസ് എഴുതിയത് ആരാണ്? അൺടച്ചബിൾ എന്ന് പറയുന്ന വർക്ക് ഗാന്ധിജിയുടെ ഒക്കെ തന്നെ റെഫറൻസ് വരുന്ന ഇന്ത്യൻ ഫ്രീഡം സ്ട്രഗിളുമായി ബന്ധമുള്ള വർക്കാണ്. ഓക്കെ, നമ്മുടെ 3 ട്രയോസ് ഇൻ ലിറ്ററേച്ചർ എന്നറിയപ്പെടുന്ന ഇന്ത്യൻ ലിറ്ററേച്ചറിലെ 3 ട്രയോസ് ഉണ്ടല്ലോ. ആരൊക്കെയാണ്? രാജറാവു, മുൽക്ക് രാജ് ആനന്ദ്. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ എന്താണ് രാജറാവു ഉണ്ട്, മുൽക്ക് രാജ് ആനന്ദ് ഉണ്ട്, RK നാരായണൻ ഉണ്ട്. ഓക്കെ, അവരുടെ ഒരു വലിയ അച്ചീവ്മെന്റ് ആണ്. ഓക്കെ, സോ EM ഫോസ്റ്റർ, WB ഈറ്റ്സ്, W ചോഡൻ, മുൽക്ക് രാജ് ആനന്ദ്. മുൽക്ക് രാജ് ആനന്ദിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വർക്ക് ആയിട്ട് നമുക്ക് ഇതിനെ കൺസിഡർ ചെയ്യാൻ സാധിക്കും. അപ്പം അൺടച്ചബിളിന്റെ പ്രിഫൈസ് എഴുതുന്നത് ആരാണ്? EM ഫോസ്റ്റർ, WB ഈറ്റ്സ്, W ചോഡൻ, മുൽക്ക് രാജ് ആനന്ദ്. നിങ്ങളുടെ മനസ്സിൽ ഒരു ഉത്തരം വന്നിട്ടുണ്ടാവും. ശരിയാണോ നോക്കാം. ഫോസ്റ്റർ ആണ് കേട്ടോ. കാരണം മറ്റൊന്നുമല്ല, പാസേജ് ടു ഇന്ത്യ, അതുപോലെ തന്നെ റൂം വിത്ത് എ വ്യൂ ഒക്കെ എഴുതി ഇന്ത്യൻ പെർസ്പെക്റ്റീവിൽ, അതായത് ഇന്ത്യയോട് വളരെയധികം അടുപ്പം പുലർത്തിയിരുന്ന ഒരു റൈറ്ററാണ് EM ഫോസ്റ്റർ. ഓക്കെ, സോ ഫോസ്റ്റർ തന്നെയാണ് നമ്മുടെ അൺടച്ചബിൾ എന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നോവലിനുള്ള പ്രിഫൈസ് എഴുതുന്നത്. ഓക്കെ, അപ്പം മുൽക്ക് രാജ് ആനന്ദ് വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള റൈറ്ററാണ്. ഇദ്ദേഹത്തിനെ നമുക്ക് 3 ട്രയോസ് ഇൻ ലിറ്ററേച്ചറിൽ ഒരാളായിട്ട് മനസ്സിലാക്കി എടുക്കാൻ സാധിക്കും. ഇനിയുള്ള 2 പേര് ആരൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ RK നാരായണനും രാജറാവും മുൽക്ക് രാജ് ആനന്ദ്. ഓക്കെ, മുൽക്ക് രാജ് ആനന്ദ് ഈസ് ഹിയർ. ഇതിന്റെ കൂടെയുള്ള 2 പേര് നമ്മുടെ RK നാരായണനും രാജറാവു ആണ് കേട്ടോ. അപ്പൊ ഇവരെ 3 പേരെയും ചേർത്തിട്ടാണ് ഇന്ത്യൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചറിലെ ട്രയോസ് എന്ന് വിളിക്കുന്നത്. ഇപ്പൊ പ്രിഫൈസ് എഴുതിയത് നമ്മുടെ ഫോസ്റ്റർ ആണ്. 25ാമത്തെ ചോദ്യം നോക്കാം. രാമാനുജൻസ് എസ്സേ Is there an Indian way of thinking is inspired by and dedicated to? Okay, നല്ല ചോദ്യങ്ങളാണ് എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടിക്കുന്ന ചോദ്യങ്ങളാണ്. നിങ്ങൾ നെറ്റ് പരീക്ഷയുടെ ചോദ്യം ഇതും കൂടെ ഒന്ന് കൺസിഡർ ചെയ്ത് നോക്കിക്കേ. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ഇത്തവണയൊക്കെ വന്ന സെറ്റ് പരീക്ഷ ഉണ്ടല്ലോ, ഇപ്പൊ നമ്മുടെ റീസെന്റ് ആയിട്ട് നടന്ന ഇപ്പോഴത്തെ നമ്മുടെ 2025 സെറ്റ് പരീക്ഷയ്ക്കൊക്കെ ഇതിലും കോംപ്ലിക്കേറ്റഡ് ചോദ്യങ്ങൾ വന്നു ഇല്ലേ? അതുകൊണ്ട് തന്നെ HSST ഈസ് നോട്ട് എ ബിഗ് ടാസ്ക്. നിങ്ങൾ ഒരിക്കലും കിട്ടില്ല എന്ന് വിചാരിക്കുന്ന ഒരു ടാസ്ക് ഒന്നുമല്ല. നിങ്ങൾ ഇപ്പൊ റെഡി ആണെങ്കിൽ, ഈ ഒരു പോയിന്റിൽ തന്നെ പഠിച്ചു തുടങ്ങാൻ റെഡി ആണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ആ ഒരു ലിസ്റ്റിൽ ഇടം പിടിക്കാൻ സാധിക്കും എന്നുള്ള ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കുക കേട്ടോ. അങ്ങനെ വേണം നിങ്ങൾ വർക്ക് ചെയ്യാനായിട്ട്. അപ്പൊ നോക്കിക്കേ, രാമാനുജൻസ് എസ്സേ ഈസ് ദെയർ ആൻ ഇന്ത്യൻ വേ ഓഫ് തിങ്കിങ് ഈസ് ഇൻസ്പയർഡ് ബൈ ആൻഡ് ഡെഡിക്കേറ്റഡ് ടു ഹിസ് ഫാദർ, ഹിസ് അങ്കിൾ, ഹിസ് മദർ, ഹിസ് ടീച്ചർ. ഓക്കെ, അപ്പം നമ്മുടെ AK രാമാനുജന്റെ എക്കാലത്തെയും മികച്ച ഒരു എസ്സേ ആണ് ഈസ് ദെയർ ആൻ ഇന്ത്യൻ വേ ഓഫ് തിങ്കിങ്. എന്നിട്ട് ഇവിടെ പറഞ്ഞിട്ടുള്ള പോയിന്റ് കണ്ടോ, ഈസ് ദെയർ ആൻ ഇന്ത്യൻ വേ ഓഫ് തിങ്കിങ്. ഒരു ഇന്ത്യൻ വേ ഓഫ് തിങ്കിങ് ഉണ്ടോ? ഇനി വേറൊരു പോയിന്റിൽ നമ്മൾ ഇത് മനസ്സിലാക്കുകയാണെങ്കിൽ എങ്ങനെ അറിയാം? ഈസ് ദെയർ ആൻ ഇന്ത്യൻ വേ ഓഫ് തിങ്കിങ് ക്രിട്ടിക്കലി ചിന്തിച്ചു കഴിഞ്ഞാൽ അല്ലേ, ഇന്ത്യക്കാർക്ക് ഒരു വേ ഓഫ് തിങ്കിങ് ഒക്കെ ഉണ്ടോ? കാരണം പ്രത്യേകിച്ച് നമ്മുടെ ഫ്രീഡം സ്ട്രഗിൾ ഒക്കെ സമയത്ത്, അല്ലെങ്കിൽ അതിന് മുൻപ് കൊളോണിയലൈസേഷൻ സമയത്ത് ഐഡന്റിറ്റി നഷ്ടപ്പെട്ടവരായിട്ട് ജീവിച്ചവരാ അല്ലേ, അവർക്കൊരു ഐഡന്റിറ്റി ഇല്ല, അവർക്ക് പറയാനായിട്ട് ഒരു ഐഡന്റിറ്റി പോലും എക്സിസ്റ്റ് ചെയ്യാത്തൊരു സമയം നമുക്ക് കാണാനായിട്ട് സാധിക്കുമായിരുന്നു. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇന്ത്യക്കാർക്ക് ഒരു ഇന്ത്യൻ കാഴ്ചപ്പാടുണ്ടോ, ഒരു അവരുടേതായ ചിന്താഗതി ഉണ്ടോ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ മാർക്ക് നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ ഇത് ആർക്ക് വേണ്ടിയാണ് ഡെഡിക്കേറ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ AK രാമാനുജൻ തന്റെ ഫാദറിന് വേണ്ടിയാണ് ഈസ് ദെയർ ആൻ ഇന്ത്യൻ വേ ഓഫ് തിങ്കിങ് എന്ന് പറയുന്ന എസ്സേ ഡെഡിക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അദ്ദേഹത്തിന്റെ ഫാദറിൽ നിന്നാണ് ശരിക്കും ഈ എസ്സേ എഴുതാനുള്ള ഇൻസ്പിറേഷനും ആർക്ക് കിട്ടുന്നത്? രാമാനുജന് കിട്ടുന്നത്. ഓക്കെ, അപ്പൊ AK രാമാനുജന് ഈസ് ദെയർ ആൻ ഇന്ത്യൻ വേ ഓഫ് തിങ്കിങ് എന്ന് പറയുന്ന എസ്സേ എഴുതാനുള്ള ഇൻസ്പിറേഷൻ കിട്ടുന്നത് ഫാദറിൽ നിന്നാണ്. 26ാമത്തെ ചോദ്യം നോക്കാം. Which of these characters in Waiting for Godot is referred to as Didi? Okay, അപ്പൊ Waiting for Godot എന്ന് പറയുന്നത് ആരുടെ ഫേമസ് ആയിട്ടുള്ള വർക്ക് ആണ്? Waiting for Godot, സാമുവൽ ബെക്കറ്റ്. ഓക്കെ, വെയിറ്റിംഗ് ഫോർ ഗോദോ സാമുവൽ ബെക്കറ്റിന്റെ വർക്ക് ആണ്. ഇനി അതുപോലെ തന്നെ നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ സാധിക്കുന്നത് അബ്സോർഡിസം ഇവിടെ വലിയൊരു തീമാണ്.
എക്സിസ്റ്റൻഷ്യനലിസം ഒരു തീമാണ്. ഒപ്പം തന്നെ നമുക്ക് എന്താണ് എൻ അറ്റൻഡന്റ് ഗോദോ എന്നാണ് ഇതിന്റെ അൾട്ടർനേറ്റീവ്. ഒറിജിനൽ ടൈറ്റിൽ വരുന്നത് എൻ അറ്റൻഡന്റ് ഗോദോ എന്നാണ്. ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോഴാണ് വെയിറ്റിംഗ് ഫോർ ഗോദോ എന്നുള്ള ടൈറ്റിലേക്ക് അത് മാറ്റുന്നത്. ഓക്കെ, അപ്പൊ ഇതിനകത്ത് ഈ ഒരു നാടകത്തിൽ നമ്മൾ ഒരുപാട് പോയിന്റ് ഓഫ് വ്യൂസ് കാണുന്നുണ്ട് അല്ലെ. ജീവിതത്തിനെ കുറിച്ചുള്ള ഒരുപാട് കാഴ്ചപ്പാടുകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അത് ചേഞ്ച് ചെയ്യുന്ന ഔട്ട്ലുക്ക് ഒക്കെ വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇതിനകത്ത് ദീദി എന്ന് അഡ്രസ് ചെയ്യുന്നത് ആരെയാണ്? വ്ളാഡിമർ ഉണ്ട്, ഈസ്ട്രഗൻ ഉണ്ട്, ലക്കി ഉണ്ട്, പൂസോ ഉണ്ട് അല്ലെ. വ്ളാഡിമറും ഈസ്ട്രഗനുമാണ് നമ്മുടെ ഗോദോയെ കാത്തിരിക്കുന്നത്. ഒരു മരച്ചുവട്ടിൽ അവർ ഗോദോയെ കാത്തിരിക്കുകയാണ്. എത്ര നാളായി കാത്തിരിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്കും അറിയില്ല. ഒരു മെസ്സഞ്ചർ ബോയ് എല്ലാ ദിവസവും വന്ന് അവരെ അറിയിക്കാറുണ്ട്. ചില ഡേയ്സിൽ ആ മെസ്സഞ്ചർ ബോയ് വരാറുമില്ല. ഇന്ന് ഗോദോ വരുന്നില്ല, നാളെ ആയിരിക്കും ഗോദോ എത്തുന്നത് എന്നുള്ള മെസ്സേജ് കൊടുത്തിട്ട് പോവുകയും ചെയ്യും. ഓക്കെ, ആ സമയത്ത് ശരിക്കും ഗോദോ എന്തി എന്ന് ചോദിക്കാൻ പോലുമുള്ള ഒരു ലോജിക്ക് ഇവർക്ക് ഉണ്ടാകുന്നില്ല. ദേ ആർ ആക്ച്വലി ഇൻ ദെയർ ഐഡിയൽ വേൾഡ്. ഓക്കെ, അവരുടേതായ ഒരു ലോകത്ത് ഇങ്ങനെ അങ്ങ് ജീവിക്കുകയാണ്, അവരുടേതായിട്ടുള്ള കാഴ്ചപ്പാടിൽ ജീവിക്കുകയാണ്. ദേ ആർ നോട്ട് ഹാവിങ് എനി റെസ്പോൺസിബിലിറ്റീസ്, ഡ്യൂട്ടീസ്. ആ ഒരു ലൈഫാണ് നമ്മൾ ഈസ്ട്രഗനിലും വ്ളാഡിമറിലും കാണുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ ദീദി എന്ന് അഡ്രസ് ചെയ്യുന്നത് വ്ളാഡിമറിനെയാണ് കേട്ടോ. ഓൾമോസ്റ്റ് എല്ലാ ക്യാരക്ടേഴ്സും വ്ളാഡിമറിനെ ദീദി എന്ന് വിളിക്കുന്നുണ്ട്. ഓക്കെ, ദീദി എന്നുള്ള പോയിന്റിൽ അഡ്രസ് ചെയ്യുന്നത് കാണാൻ സാധിക്കും. അപ്പൊ ഈസ്ട്രഗനും വ്ളാഡിമറും രാവിലെ മുതൽ വൈകുന്നേരം വരെ ദിവസവും ഗോദോയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നു. മരമാണ് ശരിക്കും ഏറ്റവും സിംബോളിക് ആയിട്ട് ഇവിടെ നിൽക്കുന്നത്. ഇടയ്ക്ക് ഈ മരത്തിൽ ഇലകൾ ഉള്ളതായിട്ട് കാണാം. അത് റെപ്രസെന്റ് ചെയ്യുന്ന സീസൺ ഉണ്ട്. ഇടയ്ക്ക് എന്താണ് ഫോളിംഗ് സീസണെ റെപ്രസെന്റ് ചെയ്യാനായിട്ട് ഇല പൊഴിഞ്ഞ മരം നമുക്ക് കാണാൻ സാധിക്കും. എപ്പോഴും ഈ മരച്ചുവട്ടിലാണ് ഇവർ എന്ത് ചെയ്യുന്നത്? ക്യാരക്ടറിന് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഗോദോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ ഗോദോ എന്ന കഥാപാത്രത്തിനെ പല കാഴ്ചപ്പാടിൽ കാണാൻ പറ്റും. ഗോദോ ഈസ് ഗോഡ്, അതുപോലെ തന്നെ ഗോദോ ഈസ് ഹോപ്പ്. ഓക്കെ, ഗോദോ ദൈവമാണ്, അതുപോലെ തന്നെ ഗോദോ പ്രതീക്ഷയാണ് എന്നൊക്കെയുള്ള പോയിന്റ് ഓഫ് വ്യൂസ് നമുക്ക് ഇവിടെ വരുന്നുണ്ട്. വിച്ച് ഓഫ് ദീസ് ക്യാരക്ടേഴ്സ് ഇൻ വെയിറ്റിംഗ് ഫോർ ഗോദോ ഈസ് റെഫർഡ് ടു ആസ് ദീദി? വ്ളാഡിമർ ആണ് ആൻസർ വരുന്നത്. അടുത്ത നോക്കിക്കേ. In the essay Traditional and Individual Talent, Eliot mentions all but one of the following substance while explaining the process of depersonalization. Identify one. Okay, അപ്പോൾ essay ആയിട്ടുള്ള ട്രഡീഷണൽ ആൻഡ് ഇൻഡിവിജ്വൽ ടാലന്റിനകത്തിലെ TS Eliot, മോഡേൺ റൈറ്റർ ആണ്, mentions all but one of the following substances while explaining the process of depersonalization. Okay, ഒരുപാട് കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. എന്നാൽ one among the processനെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഒരു സബ്സ്റ്റൻസിനെ, ഒരു കെമിക്കൽ സബ്സ്റ്റൻസിനെ ഈ ഒരു പെർട്ടിക്കുലർ എസ്സേയിൽ മെൻഷൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, ദ പ്രോസസ് ഓഫ് ഡീപേഴ്സണലൈസേഷൻ ആയിട്ടാണ് ഈ സബ്സ്റ്റൻസിനെ മെൻഷൻ ചെയ്യുന്നത്. അപ്പൊ TS Eliot തന്റെ എസ്സേ ആയ ട്രഡീഷണൽ ആൻഡ് ഇൻഡിവിജ്വൽ ടാലന്റിനകത്തുള്ള ഒരു കെമിക്കൽ സബ്സ്റ്റൻസിനെ കുറിച്ച് റെഫർ ചെയ്യുന്നുണ്ട്. ഡീപേഴ്സണലൈസേഷനെ സിംബലൈസ് ചെയ്യുന്ന ഒരു സബ്സ്റ്റൻസ് ആയിട്ട്, വസ്തുവായിട്ടാണ് ഇതിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. ഏതാണ് ആ കെമിക്കൽ തിങ്? സൾഫ്യൂരിക് ആസിഡ് ആണ്. ഓക്കെ, സൾഫ്യൂരിക് ആസിഡ് നമുക്കറിയാം വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ആസിഡുകളുടെ കൂട്ടത്തിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്നതാണ്. ബേണിംഗ് ഒക്കെ തന്നെ വളരെ സഡൻ ആണ് സൾഫ്യൂരിക് ആസിഡിന്റെ റിയാക്ഷൻ പ്രകാരം. എപ്പോഴും നമ്മൾ ഇതിനെ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്? ഹൈ കോൺസെൻട്രേഷനിൽ യൂസ് ചെയ്യാറില്ല, ഡയല്യൂട്ട് ചെയ്താണ് പൊതുവെ നമ്മൾ ലാബുകളിലൊക്കെ ആയാലും മെയിൻറ്റെയിൻ ചെയ്തു പോലും വെക്കാറുള്ളത്. ഓക്കെ, ഇപ്പൊ രണ്ട് രീതിയിലും ഡയല്യൂട്ടഡ് ആയിട്ടുള്ളതും അതുപോലെ തന്നെ കോൺസെൻട്രേഷൻ കൂടിയതായിട്ടുമുള്ള സൾഫ്യൂരിക് ആസിഡുകൾ നമുക്ക് റിയാക്ഷൻസിൽ യൂസ് ചെയ്യേണ്ടതായിട്ടും വരാറുണ്ട്. ഓക്കെ, അപ്പൊ ഇവിടെ സൾഫ്യൂരിക് ആസിഡിന്റെ റെഫറൻസ് ആണ് TS Eliot പറയുന്നത്. TS Eliot പറയുന്നത് സൾഫ്യൂരിക് ആസിഡിന്റെ റെഫറൻസ് ആണ് കേട്ടോ. ട്രഡീഷണൽ ആൻഡ് ഇൻഡിവിജ്വൽ ടാലന്റിൽ ട്രഡീഷണൽ റൈറ്റേഴ്സിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട കാര്യങ്ങളും അതുപോലെ തന്നെ ഇൻഡിവിജ്വൽ ടാലന്റിനകത്തിലെ ഇൻഡിവിജ്വൽ പോയിന്റ് ഓഫ് വ്യൂവിൽ നമുക്ക് എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരാം, നമ്മുടേതായ വേർഷൻ എങ്ങനെ കൊടുക്കാമെന്നൊക്കെയുള്ള ഐഡിയയും കിട്ടും. ഓക്കെ, 28 നോക്കാം. What does the speaker in Larkin's poem Church Going take off in the awkward reverence? Okay, അപ്പൊ ഫിലിപ്പ് ലാർക്കിന്റെ വളരെ മികച്ച വിൻസ്റ്റൺ വെഡിങ്സ് ഒക്കെ തന്നെ ഫിലിപ്പ് ലാർക്കിന്റെ വളരെ ഫേമസ് വർക്ക് ആണ്. ലാർക്കിൻ എഴുതിയ ഒരു കവിതയാണ് ചേർച്ച് ഗോയിങ് എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ കാണുന്നത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൺഡേ മോർണിംഗ് എന്ന് പറയുന്ന കവിതയുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ്. ഓക്കെ, ചേർച്ച് ഗോയിങ് എന്ന് പറയുന്നത് പൊതുവെ ക്രിസ്ത്യൻ ബിലീഫ്സ് അവർ എല്ലാ സൺഡേസിലും HOLY അവരുടെ ഒരു ഹോളിഡേ ആയിട്ടാണ് അവർ അതിനെയാണ് കൺസിഡർ ചെയ്യുന്നത്. ആൻഡ് ദേ യൂസ് ടു വിസിറ്റ് ദ ചർച്ച്. ഇനി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ദ കമ്മ്യൂണിറ്റി gives a lot of references ഇല്ലേ, ബിബ്ലിക്കൽ ആയിട്ടുള്ള ഒരുപാട് റെഫറൻസുകൾ ഉണ്ട് നമ്മൾ പള്ളിയിൽ പോകുന്നതുമായി ബന്ധപ്പെട്ട് ഇല്ലേ. സോ അതൊക്കെ തന്നെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. അപ്പം ചേർച്ച് ഗോയിങ്, അപ്പൊ ചേർച്ചിൽ ചെല്ലുന്നതിന് മുൻപ് തന്നെ ദ സ്പീക്കർ ഈസ് ആക്ച്വലി ഇൻ എ മെറ്റീരിയൽ വേൾഡ്. ഓക്കെ, മെറ്റീരിയൽ വേൾഡിൽ സാധാരണയായി ചിന്തിക്കുന്ന ഒരു പോയിന്റ് ആണ്. അതുപോലെ തന്നെ ചേർച്ചിൽ എന്നും ഒരു റെഗുലർ വിസിറ്റർ ഒന്നും അല്ല. അതുകൊണ്ട് തന്നെ കുറേ നാളുകൾക്ക് ശേഷമാണ് ചേർച്ചിൽ പോകുന്നത്. അതിന്റെ ഒരു ഗ്യാപ്പ് ഉണ്ട്. പക്ഷെ വൺസ് ദ പേഴ്സൺ ഈസ് ഇൻസൈഡ് ദ ചേർച്ച്, ഒരു ഫസ്റ്റ് ഫൂട്ട് തന്നെ ചേർച്ചിനുള്ളിലേക്ക് വെച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഇദ്ദേഹത്തിന്റെ
ഇമോഷൻസും ഫീലിങ്സും ആകെ മാറാൻ തുടങ്ങി. ഓക്കെ, ഇദ്ദേഹം പെട്ടെന്നൊന്ന് എന്താണ് പ്യൂരിഫൈ ആയ പോലെയൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പം വാട്ട് ഡസ് ദ സ്പീക്കർ ഇൻ ഫിലിപ്പ് ലാർക്കിൻസ് പോംസ് ചർച്ച് ഗോയിങ് ടേക്ക് ഓഫ് ഇൻ ദ ഓക്വേർഡ് റെഫറൻസ്? ഓക്കെ, ഓപ്ഷൻസിനകത്ത് നമുക്ക് ഹാറ്റും കോട്ടും ആറ്റിറ്റ്യൂഡും അതുപോലെ തന്നെ സൈക്കിൾ ക്ലിപ്സും ഒക്കെ ഉണ്ട്. ശരിക്കും സൈക്കിൾ ക്ലിപ്സ് ആണ് ആൻസർ ആയിട്ട് വരുന്നത് കേട്ടോ. ഒരു ചെറിയ റെഫറൻസ് ആണ്. ശരിക്കും ഇതിന് ഉത്തരം പറയണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. ചർച്ച് ഗോയിങ് എന്ന കവിത വായിച്ചവർക്കായിരിക്കും ഇത് ഏറ്റവും നല്ലപോലെ പറയാൻ പറ്റുന്നത്. കാരണം സൈക്കിൾ ക്ലിപ്സ് എന്ന് പറയുന്ന റെഫറൻസ് ആ കവിതയിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇമ്പോർട്ടൻ്റ് ആണ് ഈ പറയുന്ന പോംസ് എന്ന് പറയുന്നത്. നമ്മൾ എപ്പോഴും കവിതയല്ലേ നമ്മളെ കൊണ്ട് സാധിക്കും എന്നുള്ള ഒരു നിസ്സാര സമീപനം കവിതകളോട് എടുക്കരുത്, അല്ലെങ്കിൽ സ്വീകരിക്കരുത്. കാരണം മറ്റൊന്നുമല്ല, കവിതയിലെ വരികൾ അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. കവിതയിലെ വരികൾക്ക് നമ്മൾ അത്രയും പ്രാധാന്യം കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. മാഡ് അയർലൻഡ് hurt you into poetry. Okay, Maud Ireland hurt you into poetry. Name the person referred to in this line. Okay, അപ്പോൾ ഇവിടെ നോക്കിക്കേ, Mad Island hurt you into poetry. Okay, ഒരു പെർട്ടിക്കുലർ പ്ലേസിനെ കുറിച്ച് കൊടുത്തിട്ടുണ്ട് അല്ലേ. Name the person referred to in this line. ഈ Mad Island hurt you into poetry എന്ന് ഉള്ളതിൽ യു എന്ന് റെഫർ ചെയ്യുന്നത് ആരെയാണ്? W.H. Auden, W.B. Yeats, പാട്രിക് കാവനാഗ്, അതുപോലെ തന്നെ ടി.എസ്. എലിയറ്റ്. എല്ലാവരും തന്നെ ഫേമസ് ആയിട്ടുള്ള ലിറ്റററി ഫീൽഡിലെ ജീനിയസുകളാണ്. ഓഡന്, അതുപോലെ തന്നെ ഈറ്റ്സ്, ഇനി അതുപോലെ തന്നെ കാവനാഗ് ഉണ്ട്. ഒപ്പം തന്നെ നമുക്ക് ടി.എസ്. എലിയറ്റ് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ മാഡ് അയർലൻഡ് ഹേർട്ട് യു ഇൻ ടു പോയട്രി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? മാഡ് അയർലൻഡ് ഹേർട്ട് യു ഇൻ ടു പോയട്രി. ഓക്കെ, മാഡ് അയർലൻഡ് ഹേർട്ട് യു ഇൻ ടു പോയട്രി. W.B. Yeatsനെയാണ് കേട്ടോ. W.B. Yeatsന്റെ പ്രത്യേകത അറിയാമല്ലോ. നമ്മുടെ കെൽറ്റിക് റിവൈവൽ, ഐറിഷ് ലിറ്ററി റിവൈവലും ഒക്കെ ആയി ബന്ധപ്പെട്ട വ്യക്തിയാണ്. വളരെയധികം പ്രവർത്തിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. അതുപോലെ തന്നെ നമ്മുടെ അബായ് തിയേറ്റർ ഏറ്റവും വലിയ ഒരു അച്ചീവ്മെന്റ് ആണ്. അത് നേടിയെടുത്തത് ലേഡി ഗ്രിഗറിയും അതുപോലെ തന്നെ W.B. Yeatsഉം ചേർന്നിട്ടാണ്. ഒരുപാട് പോയിന്റ് ഓഫ് വ്യൂസ് ഐറിഷ് ലിറ്ററേച്ചറിൽ നൽകാനായിട്ടും അതുപോലെ തന്നെ നല്ല നല്ല കവിതകളിലൂടെ. ഓക്കെ, ഇപ്പോൾ ഈറ്റ്സിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ സെക്കൻഡ് കമ്മിങ് പോലെയുള്ള കവിതകൾ എടുത്തു കഴിഞ്ഞാൽ ദ റീഡേഴ്സ് വിൽ ബി ഫുള്ളി ഡിവോട്ടഡ് ടു ഈറ്റ്സ്. ആ ഒരു പോയിന്റ് ഓഫ് വ്യൂ ആണ് നമുക്ക് കിട്ടുന്നത്. അത്രയും വലിയ കോൺട്രിബ്യൂഷൻസ് നടത്തിയിട്ടുള്ള ഒരു ജീനിയസ് ആണ് നമ്മുടെ W.B. Yeats. ഓക്കെ, അപ്പൊ ഇതാണ് ഈറ്റ്സിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള കോൺട്രിബ്യൂഷൻസ് ആണ് നമുക്ക് ഇവിടെ നോക്കാനായിട്ട് വരുന്നത്. അപ്പൊ മാഡ് അയർലൻഡ് ഹേർട്ട് യു ഇൻ ടു പോയട്രി, നെയിം ദ പേഴ്സൺ റെഫർ ടു ഇൻ ദിസ് ലൈൻ. ഈ ലൈനിൽ റെഫർ ചെയ്തിട്ടുള്ളത് നമ്മുടെ W.B. Yeatsനെയാണ് കേട്ടോ. W.B. Yeatsനെയാണ്. ഇനി ഇതേ നോക്കിക്കേ, W.H. Auden നമ്മുടെ പിങ്ക് പോയിറ്റ്സ് അല്ലെങ്കിൽ പോയിറ്റ്സ് ഓഫ് 30s എന്ന് വിളിക്കുന്ന ഗ്രൂപ്പിലുള്ള ആളാണ്. അതുപോലെ തന്നെ ടി.എസ്. എലിയറ്റിനെ നമുക്ക് കാണാൻ സാധിക്കും, സിഗ്നിഫിക്കന്റ് റൈറ്റർ ആണ്. ഓക്കെ, അടുത്ത നോക്കിക്കേ, വിച്ച് എമംഗ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ സെഷൻ ഇൻ ദ വേസ്റ്റ്ലൻഡ്. വേസ്റ്റ്ലൻഡ് എന്ന് പറയുന്ന കവിതയ്ക്ക് എത്ര സെഷൻസ് ആണ് ഉള്ളത്? 5 സെഷനുകളാണ് അല്ലെ. ഓം ശാന്തി എന്ന ലൈനിലാണ്. ഓക്കെ, അതായത് നമ്മുടെ ഹിന്ദു മിത്തോളജി അല്ലെങ്കിൽ നമ്മുടെ മഹാഭാരതത്തിൽ നിന്നൊക്കെയുള്ള ലൈൻസ് യൂസ് ചെയ്തിട്ടുണ്ട് ടി.എസ്. എലിയറ്റ് ഈ കവിതയിൽ. ഓക്കെ, ടി.എസ്. എലിയറ്റിന്റെ ദ വേസ്റ്റ്ലൻഡ്, വിച്ച് എമംഗ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ സെഷൻ ഇൻ വേസ്റ്റ്ലൻഡ്. വേസ്റ്റ്ലൻഡിന്റെ സെഷൻ അല്ലാത്തത് ഏതാണ്? എ ഗെയിം ഓഫ് ഡൈസ്, ദ ബറിയൽ ഓഫ് ദ ഡെഡ്, ദ ഫയർ സെർമൺ, ഡെത്ത് ബൈ വാട്ടർ. ഓക്കെ, ഇതിലേതാണ് സെഷൻ അല്ലാത്തത്? ഗെയിം ഓഫ് ഡൈസ് ആണ് കേട്ടോ. ഗെയിം ഓഫ് ഡൈസ് എന്നല്ല കൊടുത്തിട്ടുള്ളത്, ഗെയിം ഓഫ് ചെസ് എന്ന. എന്താ? ഗെയിം ഓഫ് ചെസ്. പക്ഷെ ഇവിടെ തെറ്റിച്ചല്ലേ തന്നേക്കുന്നത്, ഡൈസ് എന്നാ തന്നേക്കുന്നത്. ഓക്കെ, അപ്പൊ വിച്ച് എമംഗ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ എന്ന് പറയുമ്പോൾ നമുക്ക് ഫസ്റ്റ് വൺ തന്നെ ട്രേസ് ഔട്ട് ചെയ്യാൻ സാധിക്കും. ബറിയൽ ഓഫ് ദ ഡെഡ്, ഫയർ സെർമൺ, ഡെത്ത് ബൈ വാട്ടർ ഒക്കെ തന്നെ നമ്മുടെ ടി.എസ്. എലിയറ്റിന്റെ കവിതയിലെ വേസ്റ്റ്ലൻഡ് എന്ന കവിതയിൽ വരുന്ന ലൈൻസ് തന്നെയാണ്, അല്ലെങ്കിൽ വേസ്റ്റ്ലൻഡ് എന്ന കവിതയിൽ കൊടുത്തിട്ടുള്ള ലൈൻസ് തന്നെയാണ്. ഓക്കെ, അല്ലെങ്കിൽ അതിനകത്ത് വരുന്ന പാർട്ടുകളാണ്. അപ്പൊ എത്ര പാർട്ട് ഉണ്ടെന്ന് ചോദിച്ചാൽ 5 എണ്ണം ഉണ്ട് കേട്ടോ. 5 പാർട്ടുകൾ നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. ഇമ്പോർട്ടന്റ് ആണ്. സോ തെറ്റായിട്ടുള്ളത് കണ്ടുപിടിക്കൂ. അപ്പൊ ശരിയായിട്ടുള്ളത് അറിയാമെങ്കിൽ മാത്രമാണ് ഇതിനകത്ത് തെറ്റായിട്ടുള്ളത് ഏതാണെന്ന് നമുക്ക് മനസ്സിലാക്കി ഉത്തരം കൊടുക്കാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇനിയും ഇവിടുന്ന് ചോദിക്കാൻ സാധ്യതയുള്ള മറ്റൊരു ചോദ്യം എന്ന് പറയുന്നത് വേസ്റ്റ്ലൻഡിന്റെ ഇയർ ഓഫ് പബ്ലിക്കേഷൻ അല്ലെ. പലവട്ടം ചോദിച്ചിട്ടുള്ളതാണ്, മാച്ചപ്പിലൊക്കെ തന്നെ ചോദിച്ചു. ഇപ്പം HSST ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടോ, മാച്ചപ്പിന് അത്രയും നമ്മൾ അങ്ങോട്ട് കണ്ടില്ല. ഇപ്പം നെറ്റോ സെറ്റോ ആയിരുന്നെങ്കിൽ മൊത്തം ലിസ്റ്റ് 1 ലിസ്റ്റ് 2 മാച്ച് ചെയ്യൂ, ഇങ്ങനെയായിരുന്നു നമ്മൾ കൂടുതലും കണ്ടത്. ഇപ്പൊ നടന്ന HSA പരീക്ഷയ്ക്കകത്തും അതുണ്ടായിരുന്നു അല്ലെ. റീസെന്റ് ആയിട്ട് നടന്ന August 20 നടന്ന HSA ഇംഗ്ലീഷ് പരീക്ഷ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും ഈ ഒരു പോയിന്റ് നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ വേസ്റ്റ്ലൻഡ് എന്ന് പറയുന്ന കവിതയുടെ ഇയർ ഓഫ് പബ്ലിക്കേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ 1922. നമ്മൾ ഓർക്കണം, 1922. ഇതേ 1922 നമുക്ക് ലഭിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു നോവൽ ഉണ്ട്. അതേതാണ്? നമ്മുടെ ജെയിംസ് ജോയ്സിന്റെ യുലൈസിസ്. ഓക്കെ, 1922 1922 എന്ന വർഷം നമ്മൾ സ്ട്രൈക്ക് ചെയ്ത് ലിറ്ററേച്ചറിൽ പഠിക്കുന്നതിന്റെ റീസൺ 2 ആണ്. ഒന്ന് ടി.എസ്. എലിയറ്റിന്റെ വേസ്റ്റ്ലൻഡ് എന്ന കവിത, മറ്റൊരെണ്ണം നമ്മുടെ ജെയിംസ് ജോയ്സിന്റെ യുലൈസിസ് എന്ന കവിത. ഓക്കെ, ഈ ഒരു യുലൈസിസ് എന്ന നോവൽ ഇതൊരു പോയിട്രി ആണ്, മറ്റേതൊരു നോവലാണ് കേട്ടോ. യുലൈസിസ് ഒരു നോവലാണ്. യുലൈസിസ് എന്ന നോവൽ എഴുതിയത് ജോയ്സ് ആണ്. അതുപോലെ തന്നെ വിക്ടോറിയൻ പോയിറ്റ് ആയിട്ടുള്ള നമ്മുടെ ആൽഫ്രഡ് ലോ ടെനീസൺ ഉണ്ടായിരുന്നല്ലോ, സെയിം റൈറ്റർ യുലൈസിസ് എന്ന പേരിൽ ഒരു കവിതയും ചെയ്തിട്ടുണ്ട്.
കൺഫ്യൂസിംഗ് ഫാക്ട്സ് ഒക്കെ നമ്മൾ പ്രത്യേകം എടുത്ത് പഠിക്കണം. ഓക്കെ, യുലൈസിസ് എന്ന് പറയുന്ന ഒരു കവിത നമുക്കുണ്ട്. ആ കവിത എഴുതിയത് ആൽഫ്രഡ് ലോർഡ് ടെനീസൺ ആണ്. വിക്ടോറിയൻ കാലഘട്ടത്തിലെ റൈറ്റർ ആണ്. മോഡേൺ റൈറ്റർ ആയിട്ടുള്ള ജെയിംസ് ജോയ്സ് യുലൈസിസ് എന്ന പേരിൽ ഒരു നോവൽ ചെയ്തിട്ടുണ്ട്. അതിന്റെ ഇയർ ഓഫ് പബ്ലിക്കേഷൻ നോക്കിക്കേ, 1922. അപ്പൊ ഇത് തമ്മിൽ കണക്റ്റഡ്. ഈ 1922 എന്ന വർഷം രണ്ട് കാര്യങ്ങളുടെ പേരിലാണ് സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ളത്. ഒന്ന്, യുലൈസിസ് എന്ന ഫേമസ് ആയിട്ടുള്ള നോവൽ, അത് ജെയിംസ് ജോയ്സിന്റെ ആണ്. മറ്റൊരെണ്ണം എന്ന് പറയുന്നത് നമ്മുടെ ടി.എസ്. എലിയറ്റിന്റെ വേസ്റ്റ്ലാൻഡ് എന്ന കവിത. ഓക്കെ, ടി.എസ്. എലിയറ്റിന്റെ വേസ്റ്റ്ലാൻഡ് എന്ന കവിത. അപ്പൊ ഇത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കണം. റിമൈനിങ് ക്വസ്റ്റ്യൻസ് നമ്മുടെ അടുത്ത വീഡിയോയിൽ ഉണ്ടായിരിക്കും. താങ്ക് യു ഓൾ ഓഫ് യു.